ഈ ആർമി ലൈഫിലുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. സൺഡേയിൽ നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഫുഡ് കാണും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിൻ്റെ വീട്ടിൽ. കാരണം അവർ ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മളെപ്പോലെ ഇറച്ചിയോ മീനോ മുട്ടയൊന്നും കഴിക്കില്ല കേട്ടോ. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായിരിക്കും. അത് പ്രത്യേകിച്ച് സൺഡേയിലായിരിക്കും അവർ വാങ്ങാറ് പതിവ് കേട്ടോ. നമുക്കാണെങ്കിൽ നമ്മൾ മലയാളികൾ പൊളിയല്ലേ, നമുക്ക് മുട്ട പോലും ഇല്ലാത്ത ഒരു ദിവസം കാണില്ല കേട്ടോ. മുട്ടയെങ്കിലും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും കാണേ. അപ്പോൾ അങ്ങനെ ഇരുന്നാലും സൺഡേയിൽ എല്ലാവരും വീട്ടിലുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണുമല്ലോ. എന്തെങ്കിലും ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ കപ്പയും ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അങ്ങനെ സൺഡേ ആയിട്ട് ഞാനും ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെഡിയാക്കി. സ്പെഷ്യൽ എന്ന് എടുത്തു പറയാൻ കാര്യം, ഞാൻ എല്ലാ പ്രാവശ്യവും ബിരിയാണി വെക്കുന്നത് ബസുമതി റൈസിലാണ്. ഇന്ന് അതിനൊരു മാറ്റം കൊടുത്തിട്ട് ജീരശാല റൈസിൽ ബിരിയാണി റെഡിയാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ബിരിയാണിയേക്കാളും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ സലാഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, നെല്ലിക്ക അച്ചാറായിരുന്നു കേട്ടോ ഉള്ളത്, നാരങ്ങ അച്ചാറില്ലായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓൺ വോയിസിലൊക്കെ കൊടുത്ത് വീഡിയോ വലിയ കാര്യത്തിൽ എടുത്തതാണ്. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് അതങ്ങോട്ട് ശരിയായില്ല കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തെടുത്തതാണ്.